അതാ എൻ്റെ മോൻ്റെ അവസ്ഥ. ഇത്രയും ദിവസമായി ഞാൻ എൻ്റെ മോനെ കയ്യിലൊന്നും എടുത്തിട്ട് 2 ആഴ്ചത്തോളായി. എൻ്റെ മോനൊന്ന് ഒരു മുത്തം കൊടുക്കാൻ പറ്റും എനിക്കാത്ത അവസ്ഥയിപ്പോൾ. എല്ലാവരും എൻ്റെ മോനെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മക്കളെ പോലെ ഈ ഭൂമിയിൽ സന്തോഷപരമായി ജീവിക്കേണ്ട ഈ പൊന്നു മോന് ഈ കുഞ്ഞു പ്രായത്തിൽ എത്രമാത്രം വേദന സഹിച്ചാവും ഇവിടെ കിടക്കുന്നത്. എത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സങ്കട കാഴ്ച, ഈ ഒരു സങ്കട വാക്കുകൾ. നിങ്ങളാരും കാണാതെയും കേൾക്കാതെയും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാതെയും പോകരുതേ പ്രിയപ്പെട്ടവരെ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക്, നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പൊന്നു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പടച്ചവന് മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ മോനൊന്ന് എനിക്ക് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തരണം. ലോകമെമ്പാടുമുള്ള കാരുണ്യമനസ്കരായ നന്മ നിറഞ്ഞ മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് അവസാന പ്രതീക്ഷയായിട്ടാണ് ഈ കുടുംബം എത്തിയിട്ടുള്ളത്. ഈ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞത്, എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം, എനിക്കെൻ്റെ പൊന്നു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, അതിന് നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള കാരുണ്യമനസ്കരായ മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം, ഞങ്ങളുടെ മോനെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ സങ്കടാർഹമായ വാക്കുകൾ നിങ്ങളാരും കാണാതെയും കേൾക്കാതെയും പോകരുത്. ചിലപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചികിത്സ ഈ കുഞ്ഞിന് ലഭിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞ് മരണത്തിലേക്ക് പോകുന്ന കാഴ്ച നാം കാണേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. എനിക്ക് ഒരു അപേക്ഷ മാത്രമല്ല, എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എൻ്റെ കയ്യിലൊന്നുമില്ല, ഇത്രയും പൈസ ചിലവാക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഇനി അവസാന മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് വരാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ അങ്ങോട്ട് തരാനുള്ളത് എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥന മാത്രം. പ്രവാസിയായ ഷമീൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ പൊന്നു മകനാണ് ഐസിന്. ആ ഐസിൻ്റെ അവസ്ഥ നിങ്ങളൊക്കെ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ. പ്രിയപ്പെട്ട പ്രവാസി സൗഹൃദങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും. ഈ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു കേട്ടോ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് അങ്ങോട്ട് തരാനുള്ളത് ഞങ്ങളുടെ കുഞ്ഞിനെ സഹായിക്കുന്ന, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാക്ക്, ഈ ഒരു സങ്കടം നിങ്ങളാരും കാണാതെയും കേൾക്കാതെയും പോകരുത്. ഈ നാടും നാട്ടുകാരും വളരെ വേദനയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഐസീൻ എന്ന് പറയുന്ന 3.5 മാസം മാത്രം പ്രായമുള്ള പിഞ്ച് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന പ്രതീക്ഷയുമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത്, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, യസീൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമകൻ യാസീൻ്റെ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്താലും ചേർത്ത് പിടിച്ചവരാണ്. ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നവരാണ്. സന്മനസ്സുള്ള നിങ്ങളെല്ലാവരും പ്രവാസ ലോകത്തും എവിടെ ഉള്ളവരായാലും വളരെ നല്ല നിലയിൽ എപ്പോഴും നമ്മളെ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ വാടിക്കൽ മഹലിലുള്ള ഹൈസൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി അത്യാസന്ന നിലയിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് മനുഷ്യ സഹജമായിട്ടുള്ള ഈ സഹായ ഹസ്തത്തിൽ എല്ലാവരും പങ്കാളികളാവുകയും ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്തു തരികയും ഒപ്പം പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗത്തിലെ അണുക്കൾ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാരിച്ച ഒരു തുക ഈ ചികിത്സയ്ക്ക് വേണ്ടിവരും. എല്ലാവരുടെയും സഹകരണം വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും സമ്പൂർണ്ണമായി സഹായ സഹകരണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മാടായി ഒന്നടങ്കം ഈ കുട്ടിയുടെ ജീവന് വേണ്ടി എല്ലാവരോടും യാചിക്കുകയാണ്. എല്ലാവരും അവരുടെ സഹായങ്ങൾ ചെയ്ത് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഒരു കുഞ്ഞു പൈതലിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ ഒരു യജ്ഞത്തിലാണ് ഇനി നമ്മുടെ മാടായി പ്രദേശത്തിൻ്റെ നിവാസികൾ മുഴുവൻ. ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ സഹായങ്ങൾ മനുഷ്യസ്നേഹികളിൽ നിന്നും, എല്ലാ മനുഷ്യസ്നേഹികളിൽ നിന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.
ഈ കാരുണ്യ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഐസാൻ എന്ന് പറയുന്ന പൊന്നുമോനെ കൈപിടിച്ച് എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മോൻ്റെ പിതാവ് ഷമീലിൻ്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയോട് ചേർക്കുന്നു. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തരമായി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.